പ്രളയജലത്തിൽ അകപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി മരണത്തിന്റെ ആഴങ്ങളിലേക്ക് ഒലിച്ചുപോയ ആർ രാജേഷ് എന്ന ധീര യുവാവിന്റെ ഓർമ്മയിൽ തേങ്ങുകയാണ് കണ്ണൂരിലെ ചെറുപുഴ എന്ന നാട്. തിരുവനന്തപുരം നേമം കല്ലിയൂർ രാജേഷ് ഭവനിൽ ആർ രാജേഷാണ് നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ വെടിഞ്ഞത്. പാഞ്ഞൊഴുകിയ പുഴയ്ക്കും കർണാടക വനത്തിനുമിടയിലെ കൃഷിയിടത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടുനിന്ന കോലുവള്ളിയിലെ ബെന്നിയെ രക്ഷിക്കുന്നതിന്റെ ഇടയിലാണ് രക്ഷാപ്രവർത്തന പരിശീലകൻ കൂടിയായ 36 വയസ്സുള്ള രാജേഷ് ഒഴുക്കിൽപ്പെട്ട് ദാരുണമായി മരിച്ചത്. തന്നെ ജീവിതത്തിലേക്ക് തിരികെ മടക്കിവിട്ട് സ്വന്തം ആയുസ് മറ്റൊരാൾക്ക് വെച്ച് നീട്ടിയാണ് ആ ധീരനായ ചെറുപ്പക്കാരൻ മറഞ്ഞതെന്ന് നടുക്കത്തോടെ മാത്രമാണ് ബെന്നിക്കും അവിടെയുള്ള നാട്ടുകാർക്കും ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. ആഗസ്റ്റ് 1 വൈകിട്ട് 5 മണിയോടെയായിരുന്നു നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത്. കരകവിഞ്ഞൊഴുകുന്ന മീൻതുള്ളി തുരുത്തിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുന്നതായി സാഹസിക കായിക ഇനങ്ങളുടെ പരിശീലകനായ രാജേഷിനും സുഹൃത്തുക്കൾക്കും വിവരം ലഭിക്കുകയായിരുന്നു. ഒട്ടും വൈകാതെ വെള്ളച്ചാട്ടത്തിൽ റാപ്പലിങ്ങിന് ഉപയോഗിക്കുന്ന റോപ്പും എടുത്ത് സ്വന്തം ലൈഫ് ജാക്കറ്റും ധരിച്ച് രാജേഷും സുഹൃത്തും മനുവും ആ പ്രളയജലത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. മീൻതുള്ളി തുരുത്തിലെ കൃഷിയിടത്തിൽ മോട്ടോർ വെക്കാൻ പോയതായിരുന്നു ബെന്നി. അതിനിടയിലാണ് മലവെള്ളപ്പാച്ചിലിൽ പെട്ടെന്ന് തുരുത്തിലേക്ക് വെള്ളം കയറിയത്. കരയിലേക്ക് തിരികെ വരാനാകാതെ വെള്ളം കഴുത്തിനൊപ്പം ഉയർന്നപ്പോൾ സമീപത്തുള്ള ഒരു തെങ്ങിൽ പിടിച്ച് നിലവിളിക്കുകയായിരുന്നു ബെന്നി. എന്നാൽ ഒട്ടും മടിക്കാതെ രാജേഷും മനുവും ബെന്നിയുടെ അടുത്തേക്ക് കുതിച്ചെത്തി. വടം തെങ്ങിൽ കെട്ടിയ ശേഷം സ്വന്തം സുരക്ഷ പോലും നോക്കാതെ രാജേഷ് താൻ ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് അഴിച്ച് ബെന്നിയെ ധരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് മനുവിനൊപ്പം ബെന്നിയെ സുരക്ഷിതമായി മറുകരയിലേക്ക് കടത്തിവിട്ടു. ബെന്നിയും മനുവും സുരക്ഷിതമായി കരയിൽ എത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നീന്തൽ വിദഗ്ധൻ കൂടിയായ രാജേഷ് ആ പുഴ മുറിച്ചു കടക്കാൻ തുടങ്ങിയത്. റോപ്പിൽ പിടിച്ച് തിരികെ നീന്തുന്നതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ ശക്തമായ മലവെള്ളപ്പാച്ചിൽ രാജേഷ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കരയിലുണ്ടായിരുന്ന മനു വടം പരമാവധി ശക്തിയായി പിടിച്ച് രാജേഷിനെ കരയിലേക്ക് വലിച്ചെടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒഴുക്കിന്റെ ആഘാതത്തിൽ റോപ്പും രാജേഷും തമ്മിലുള്ള പിടുത്തം വിട്ടുപോവുകയായിരുന്നു. നിമിഷങ്ങൾക്കകം രാജേഷ് എന്ന ധീരനായ യുവാവ് പ്രളയജലത്തിന്റെ ആഴങ്ങളിലേക്ക് താണുപോയി. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ വീരമൃത്യു വരിച്ച രാജേഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് എത്തിയിട്ടുള്ളത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് തന്റെ ആഴത്തിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിയത്. ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങിയ ആ ധീര യുവാവിന് ആദരാഞ്ജലികൾ. കണ്ണൂരിലെ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ ആത്മാവിന് നിത്യശാന്തി നേരും. കുടുംബത്തിന്റെയും പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കുചേരും. ഇതാണ് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. രാജേഷിന്റെ വിയോഗത്തിൽ ശശി തരൂർ MP അടക്കമുള്ളവരും അനുശോചനം രേഖപ്പെടുത്തി. അസാമാന്യമായ ധീരത കാട്ടിയ ശേഷം ഞാൻ പരിചയപ്പെട്ട രാജേഷ് എന്ന യുവാവിനെ കാണാതായിരിക്കുന്നു. ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ ആളുടെ ജീവൻ രക്ഷിക്കാനായി അവൻ താൻ ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് അഴിച്ചു നൽകുകയായിരുന്നു. തുടർന്ന് അവൻ ആ കലിതുള്ളുന്ന പ്രളയജലത്തിന്റെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ഒലിച്ചുപോയി. മറ്റൊരാളുടെ ജീവൻ അവൻ രക്ഷിച്ചുവെങ്കിലും സ്വന്തം ജീവൻ അതിനായി അവന് ബലികൊടുക്കേണ്ടി വന്നോ എന്ന് ഭയപ്പെടുന്നു എന്നായിരുന്നു തരൂരിന്റെ കുറിപ്പ്. രാജേഷിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി VD സതീശനും അനുശോചനം രേഖപ്പെടുത്തി. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് രാജേഷ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. രാജേഷിന് സംസ്ഥാന ബഹുമതി നൽകും. അദ്ദേഹത്തിന്റെ വീട് പണി സർക്കാർ ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്വന്തം പ്രാണൻ നൽകി മറ്റൊരു ജീവൻ രക്ഷിച്ച രാജേഷിന്റെ വേർപാടിൽ നടുങ്ങി നിൽക്കുകയാണ് ആ നാട് മുഴുവനും. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മീൻതുള്ളി വെള്ളച്ചാട്ടത്തിൽ നടക്കാറുള്ള റാപ്പലിംഗ് എന്ന സാഹസിക വിനോദത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ പരിശീലകനായി രാജേഷ് ചെറുപുഴയിലേക്ക് വന്നത്. ത്രോബോൾ ദേശീയ ടീം അംഗം കൂടിയായിരുന്നു രാജേഷ്. കനത്ത മഴയെ തുടർന്ന് റാപ്പലിംഗ് നിർത്തിവെച്ചതോടെയാണ് പുഴയിൽ വെള്ളം ഉയർന്ന നാട്ടുകാർ ദുരിതത്തിലായപ്പോൾ രാജേഷ് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങി തിരിച്ചത്. രാജേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരത്തെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. രാജശേഖരൻ ഗീത ദമ്പതികളുടെ മകനാണ് രാജേഷ്. ഭാര്യ ഷാഫിയ, ആർഷൻ, അഭിഷേക് എന്നിവരാണ് മക്കൾ. പല വർഷങ്ങളിലായി പേമാരിയും വെള്ളപ്പൊക്കവും മൂലം കേരളത്തിൽ ഒട്ടേറെ ജീവനുകൾ നഷ്ടമായിട്ടുണ്ട്. എന്നാൽ ഏതൊരു ദുരന്ത സമയത്തും സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ മറ്റുള്ളവരുടെ രക്ഷക്കായി ഓടിയെത്തുന്ന ചില ധീരന്മാരും കേരളത്തിലുണ്ട്. അത്തരത്തിലൊരു ഹീറോയാണ് രാജേഷ്. രാജേഷിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ധീരന്മാർക്ക് മരണമില്ല. അവർ ജനങ്ങളുടെ മനസ്സിൽ എക്കാലവും ജീവിച്ചിരിക്കും.